റേഷനരി കൊണ്ട് ഒരു 4 മണി പലഹാരം തയ്യാറാക്കി നോക്കിയാലോ? ഞാനിവിടെ അരക്കപ്പോളം റേഷനരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്നതാണ്. റേഷനരി കൊണ്ട് മാത്രമല്ല, മട്ട അരിയും കുറുവ അരിയും ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് തയ്യാറാക്കി നോക്കാം. പാനിലോട്ട് നമുക്ക് അരി ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അരി ഏകദേശം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിത് അരി ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ചെറിയ ബോൾസുകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ 4 മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.